ഖുർആന്റെ ബലത്തിൽ സുന്നത്തിനെ തള്ളുകയും സുന്നത്ത് മാറിയ ശേഷം ഖുർആൻ തന്നെ ഒന്നുമല്ലെന്ന് തോന്നുകയും ചെയ്തിട്ട് ഖുർആനിനെ ബലപ്പെടുത്താൻ സർവ്വവേദങ്ങളെയും കൂട്ടുപിടിക്കേണ്ടി വരുന്ന ഗതികേട് യഥാർത്ഥത്തിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഹിദായത്തിനെതിരാണ്. ഇസ്ലാമിൻ്റെ ശക്തി, ഇസ്ലാമിൻ്റെ സവിശേഷത ആകാശത്ത് നിന്നിറങ്ങിയ ഗ്രന്ഥവും ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ചേർന്നതാണ് ഇസ്ലാം എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മനുഷ്യരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം അതിൻ്റെ ആധികാരിക മുഫസ്സിറാണ്. നമുക്ക് സുപരിചിതമായ സകല മുഫസ്സിറുകളിൽ നിന്നും റസൂലുള്ളാഹിയുടെ വ്യത്യാസം ഇത് അല്ലാഹ് നിശ്ചയിച്ച മുഫസ്സിറാകുന്നു എന്നുള്ളതാണ്. സർവശക്തൻ നമ്മെ തുണക്കുമാറാവട്ടെ. ഈ സംഗമത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട കാലിക പ്രസക്തമായ ഒരു ദൗത്യത്തിലാണ് ഇത്തിഹാദുൽ ഉലമ എന്ന പണ്ഡിതവേദി ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളമുള്ള എല്ലാ ഭാഷകളിലും ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള വായനയും പഠനവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്ത് ഇന്നലെയോ മിനിയാന്നോ അവതരിച്ച ഒരു പുതുമയുള്ള ഗ്രന്ഥം പോലെ ജനകോടികളുടെ ഹൃദയങ്ങളിലേക്ക് വിശുദ്ധ ഖുർആനിൻ്റെ സത്യസന്ദേശം അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്ര തന്നെ അളവിൽ, അല്ലെങ്കിൽ പലപ്പോഴും അതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായ അളവിൽ ഈ സന്മാർഗ പദ്ധതിക്കെതിരിൽ അതിൻ്റെ പ്രതിയോഗികളുടെ ഭാഗത്ത് നിന്ന് കൊണ്ടുപിടിച്ച പ്രചാരവേലകളും പദ്ധതികളും നിഗൂഢമായ നീക്കങ്ങളും നടന്നു വരുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു പുതിയ വിഷയമല്ല. നന്ന് ചുരുങ്ങിയത് ഖുർആനിനോളം തന്നെ പഴക്കം ഈ പറഞ്ഞതിനൊക്കെ ഉണ്ട്. കാലോചിതമായി അത് പുതിയ പുതിയ പരിവേഷങ്ങൾ ആർജിച്ചിട്ടുണ്ട് എന്നേ പറയാൻ പറ്റൂ. അപ്പം നേരത്തെ ഇവിടെ ബഹുമാന്യനായ അലി സാഹിബ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരം ഏത് ശ്രമവും ആരംഭിക്കാറുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, സുന്നത്ത് പ്രമാണമാകുന്നു എന്ന കാഴ്ചപ്പാടുകളെ പിടികൂടിക്കൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ കാലത്തെയും പ്രബോധിത സമൂഹത്തിൽ നിന്ന് ഇയാളെയാണോ ഇപ്പോൾ നിങ്ങൾക്ക് അള്ളാഹ്ക്ക് നബിയാക്കാൻ കിട്ടിയത് എന്ന മട്ടിൽ പ്രവാചകന്മാരുടെ വ്യക്തിത്വത്തെയും അസ്തിത്വത്തെയും സാന്നിധ്യത്തെയും ഇടപെടലിനെയും ഇരുട്ടിൻ്റെ ശക്തികൾ, പ്രവാചകൻ്റെ വൈരികൾ വിമർശിച്ചതും ആക്ഷേപിച്ചതും കാണാൻ പറ്റും. അതിൻ്റെ പരിഷ്കരിച്ച ഭാഷയാണ് സുന്നത്തിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങൾ. ഇസ്ലാമിൻ്റെ യഥാർത്ഥ ശത്രുക്കൾ ഇസ്ലാമിന് നേരെ ആരോപണം ഉന്നയിക്കാനും ആക്ഷേപങ്ങൾ നടത്തുന്നതിനും വേണ്ടി അവർക്ക് മനസ്സിലായിട്ടില്ലാത്ത ചില ഹദീസുകൾ അപ്പുറവും ഇപ്പുറവും പരിശോധിക്കാതെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വചനം തിരുദൂതരുടെ 23 വർഷത്തെ ജീവിതത്തിൻ്റെ ആ ഒരു സാകല്യത്തിൽ ചേർത്ത് വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് സാധാരണ നമ്മൾ കാണാറുണ്ട്. മാത്രമല്ല, എല്ലാത്തിനെയും ഭൗതികവാദപരമായി സമീപിക്കുക എന്ന രീതി ഒരിക്കലും നിലനിൽക്കുന്നതല്ല. പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തുണ്ട്. മുഅ്ജിസത്ത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായി ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം. അപ്പോൾ ഇത്തരം വിമർശനങ്ങൾ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, നാസ്തികർ എന്നൊക്കെ പറയുന്ന ആളുകൾ, ലിബറൽ ചിന്താഗതിക്കാർ, അങ്ങനെ എല്ലാവരും ഇത് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത്തരം പ്രചാരവേലകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നതിൻ്റെ ഉദാഹരണങ്ങളും പഴയ കാല തഫ്സീറുകൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അത് സ്ഥാപിക്കൽ ഇപ്പം എൻ്റെ ഒരു പണിയല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളുടെ മുമ്പിൽ ദീനിൻ്റെ ഉസൂലും ഉലൂമും അറിയുന്ന ആളുകൾക്ക് പണ്ടേ മറുപടിയുണ്ട്, ഇപ്പോഴും മറുപടിയുണ്ട്. പക്ഷെ ഏത് മറുപടിയും എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം എന്നില്ല. അള്ളാഹുവിൻ്റെ ഈ പാക്കേജ് തന്നെ, സന്മാർഗത്തെക്കുറിച്ചുള്ള ഈ പാക്കേജിനെ തന്നെ പറ്റി അള്ളാഹ് പറയുന്നത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്നാണ്. ഇത് ദൈവികമല്ലേ എന്ന് കരുതിയിട്ട് അസാധാരണമായ അതിൻ്റെ വശ്യശക്തി കൊണ്ട് ഏതൊരുത്തനെയും ഹിദായത്തിലാക്കും എന്നാണല്ലോ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന റബ്ബ് പറയേണ്ടത്. പക്ഷെ അങ്ങനെ റബ്ബ് പറഞ്ഞിട്ടില്ല. കാരണം ഒരു പരീക്ഷണം അങ്ങനെ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂര്യൻ കാണാനുള്ളതാണ്, വെളിച്ചമുണ്ട്, അസാധാരണമായ പ്രഭയുണ്ട് സൂര്യന്. ഈ ഭൂമിയുടെ 109 ഇരട്ടിയോളം വലിപ്പമുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷെ സൂര്യൻ്റെ വെളിച്ചം കണ്ണുള്ളവനെ കാണൂ. കണ്ണുള്ളവൻ തന്നെ മുറുക്കി ഇറുക്കി അടച്ച് പിടിച്ച് എവിടെ വെളിച്ചം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അതായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് സൂക്ഷ്മാലുക്കൾക്ക് ഹുദയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ ഉത്തരവും എല്ലാവരെയും തൃപ്തിപ്പെടുത്തില്ല. ഭൗതികവാദപരമായ ഫ്രെയിമിൽ നിന്ന് ചിന്തിക്കുന്നവർക്ക് അതിനപ്പുറത്തുള്ള ആധ്യാത്മിക ലോകത്തെ സംബന്ധിക്കുന്ന വിശദീകരണങ്ങൾ തന്നെ മനസ്സിലാവില്ല. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും മരണത്തോളം എത്താനേ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. മരണത്തിനപ്പുറത്തേക്ക് ശാസ്ത്രം കടന്നിട്ടില്ല, കടക്കാൻ സാധ്യവുമല്ല. അത് വേറെ ഒരു വിഷയമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനെങ്ങനെ ഉത്തരം പറയും എന്നറിയാതെ ആശയക്കുഴപ്പത്തിലാകുന്നവർ തടി സലാമത്താക്കാൻ അത്തരം ഹദീസുകളെ സംബന്ധിച്ച് ചാടിക്കടന്നു പോവുകയോ അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനോ ശ്രമിക്കും. തുടക്കത്തിൽ ഹദീസുകളോടൊരു അഴഞ്ഞ നിലപാടെടുക്കും. മൊത്തത്തിൽ ഹദീസിൻ്റെ ആളാണ്, തത്വത്തിൽ ഹദീസിൻ്റെ ആളാണ്, പ്രയോഗത്തിൽ ഓരോന്നിനെ നിരാകരിക്കും. ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇത് ഒരു സുഖമുള്ള സംഗതി മാത്രമല്ല, ഇതൊരു വിപ്ലവാത്മക നിലപാടാണ് എന്ന് കണ്ടു നിൽക്കുന്നവർക്കും തോന്നും. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ലേശം അങ്ങനെ പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ആദ്യത്തെ 1-2 ഹദീസുകളെ തള്ളിയത്, അതേ ന്യായത്തിൻ്റെ ബലത്തിൽ തന്നെ ബാക്കി ഹദീസുകളെയും തള്ളേണ്ടതായിട്ട് വരും. അങ്ങനെ അവസാനം അപ്പോൾ ഈ ഹദീസിനെ തള്ളുമ്പോൾ ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുമിനൂൻ, ഈ കിതാബുള്ളപ്പോൾ പിന്നെ എന്ത് ഹദീസ് എന്ന മട്ടിലാണ് എന്ന് പറഞ്ഞാൽ ഹദീസിനെ തള്ളുമ്പോഴത്തെ ധൈര്യം ഖുർആനുണ്ട് എന്നതാണ്. ആലോചിക്കണം, ഹദീസിനെ നിരാകരിക്കുമ്പോൾ നിരാകരിക്കുന്നവൻ്റെ ഒക്കെ മനസ്സ് ഇത്രയും ശക്തവും വ്യക്തവും പ്രൗഢവും ദൈവികവുമായ ഒരു ഗ്രന്ഥമുള്ളപ്പോൾ പിന്നെ ഈ ഇദ്ദേഹത്തോട് പറഞ്ഞു, അത് കേട്ടു, ഇങ്ങനെ അങ്ങനെ വന്നിട്ട് ഇവിടെ എത്തിയതല്ല എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കുഴപ്പം അതിനുണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഖുർആൻ വളരെ ഫലമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഹദീസിനെ തള്ളുന്നത്. തള്ളി അവസാനം ഹദീസുകളോടെ അത് ഏതാണ്ട് ഒരു ചരിത്രശേഖരം മാത്രമാണ്, അത് പ്രമാണമല്ല എന്ന ഒരു നിലപാടിലെത്തിയതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ പ്രമാണം ഖുർആൻ മാത്രമാണ്. അങ്ങനെ ഹദീസിൽ നിന്ന് ഖുർആനിനെ അങ്ങോട്ട് വേർപ്പെടുത്തിയതിന് ശേഷം ഈ ഖുർആനിലേക്ക് നോക്കുമ്പോൾ ഖുർആനിൽ നിന്ന് സന്മാർഗം കിട്ടുമെങ്കിൽ വേറെ ഏത് വേദഗ്രന്ഥത്തിൽ നോക്കിയാലും സന്മാർഗം കിട്ടും എന്ന് പറഞ്ഞാൽ മുൻകാല വേദഗ്രന്ഥങ്ങളിൽ എന്തൊക്കെ കൈകടത്തലുകൾ നടത്തിയോ, എത്രത്തോളം വരുത്തിയോ, എത്രത്തോളം ഭേദഗതി വരുത്തിയോ, എത്രത്തോളം തിരുത്തിയോ, ഇതിൻ്റെ ഒന്നും സൂക്ഷ്മ പഠനം നടത്താത്ത ആ വേദഗ്രന്ഥമുണ്ടല്ലോ, അതെടുത്തിട്ട് ഒരാൾ വായിച്ചാൽ അതിൽ നിന്ന് സന്മാർഗം കിട്ടുമെങ്കിൽ അതുപോലെ ഇതിൽ നിന്നും കിട്ടും. ഇത് സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകന്മാർക്ക് നേരെ വന്ന വിമർശനത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, വമാ മനഅന്നാസ യുഅ്മിനു ഇദ് ജാഅഹുമുൽ ഹുദാ ഇല്ലാ അൻ ഖാലു അബഅസല്ലാഹു ബശറൻ റസൂല. ഇയാളെയാണോ, ഈ മനുഷ്യനെയാണോ അള്ളാഹ്ക്ക് റസൂലാക്കാൻ കിട്ടിയത് എന്ന് ചോദിക്കാതെ ഞാൻ നബിയെ അയച്ച ഒരു ഘട്ടത്തിലും ഒരു നബിയും കടന്നുപോയിട്ടില്ല. എന്നിട്ട് അടുത്ത വാചകമാണ് പ്രസക്തം. എന്താണ്? ഖുല്ലൗ കാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീൻ ലനസൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂല. നീ അവരോട് പറ, ഈ ഭൂമിയിൽ ശാന്തഗംഭീരമായി നടക്കുന്ന മാലാഖമാർ, മലക്കുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ ആകാശത്ത് നിന്ന് ഒരു മലക്കിനെ അവർക്ക് റസൂലായിട്ട് ഇറക്കിയേനെ.
ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇത് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. അതായത് ഇസ്ലാമിൻ്റെ ശക്തി, ഇസ്ലാമിൻ്റെ സവിശേഷത ആകാശത്ത് നിന്നിറങ്ങിയ ഗ്രന്ഥവും ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ചേർന്നതാണ് ഇസ്ലാം എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പം നമ്മളൊക്കെ പെറ്റു വീഴുമ്പോൾ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മുടെ കൂടെ ഒരു മറുക് വരുന്നുണ്ടല്ലോ വേറെ എന്ന പോലെ ഒരു കിതാബ് ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ പെട്ടി പൊട്ടിക്കുമ്പോൾ അതിലൊക്കെ ഉണ്ടല്ലോ കാറ്റലോഗ്. എല്ലാ ഉൽപ്പന്നക്കും കൂടി ഒരു ഒറ്റ ബുക്ക് അച്ചടച്ച് ഇറക്കല്ലോ ചെയ്യുന്നത്. ഓരോന്നിൻ്റെ കൂടെയും സ്വതന്ത്രമായി കാറ്റലോഗ് ഉണ്ടല്ലോ. അള്ള വിചാരിച്ചാൽ അങ്ങനെ നമ്മളുടെ കൂടെ ഒക്കെ ഓരോ കിതാബ് നൽകാൻ പറ്റും. എനിക്ക് പ്രവർത്തിക്കേണ്ട എൻ്റെ ഒരു ഏട്, നിങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാൻ നിങ്ങളുടേതായ ഒരു ഏട്, ഒരു കുഴപ്പമില്ല. അള്ള വിചാരിച്ചാൽ നടക്കും. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ഓരോ ഗ്രന്ഥം കൊടുത്താൽ അതിൻ്റെ ഫലം ആർക്കും ഒരു ഗ്രന്ഥവും കൊടുക്കാത്തതുപോലെയായിരിക്കും. അതുകൊണ്ട് അള്ള എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മനുഷ്യരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം അതിൻ്റെ ആധികാരിക മുഫസ്സിറാണ്. നമുക്ക് സുപരിചിതമായ സകല മുഫസ്സിറുകളിൽ നിന്നും റസൂലുള്ളാഹിയുടെ വ്യത്യാസം ഇത് അള്ള നിശ്ചയിച്ച മുഫസ്സിറാകുന്നു എന്നുള്ളതാണ്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ മുഫസ്സിറിനെയാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി നിർത്തിയത്. ആ മുഫസ്സിറിനെ മാറ്റി നിർത്തിയിട്ട് ഖുർആനിലേക്ക് നോക്കിയപ്പോൾ ഖുർആൻ ഒന്നുമല്ല, ഖുർആനിൽ ഒന്നുമില്ല. പിന്നെ ഖുർആനിൽ ഉണ്ടെങ്കിൽ അത് പലയിടത്തുമുണ്ട്. അപ്പോൾ സുന്നത്ത് നിഷേധത്തിൻ്റെ ഫ്രെയിം വികസിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സത്യനിഷേധത്തിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ കാണണം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു ന്യായവുമില്ല. കാരണം എന്താണ്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായ ഒരു വഴിയിലേക്ക് നമുക്ക് മാർഗദർശനം നൽകുന്നുണ്ട്. അങ്ങനെ ഖുർആൻ ഹിദായത്ത് നൽകും. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി എന്ന് പ്രയോഗിച്ച ആ ഖുർആൻ സൂറത്ത് ശൂറയിൽ വഹയിൻ്റെ വിവിധ രൂപങ്ങളെ സംബന്ധിച്ചൊക്കെ പരാമർശിച്ച ശേഷം ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. എന്ത്? ഒരായത്തിൻ്റെ അവസാന ഭാഗത്ത് ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, താങ്കൾ. അപ്പോൾ അവിടെ ഒരു ലാമ് കൂടിയുണ്ട്. അറബി നഹ്വും സർഫും പഠിച്ചവർക്ക് അറിയാൻ പറ്റും എന്താണ് ആ ലാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ ഇന്നക ലതഹ്ദി, താങ്കൾ ആളുകൾക്ക് ഹിദായത്ത് സിറാത്തുൽ മുസ്തഖീമിലേക്ക് മാർഗദർശനം നൽകുന്നവൻ തന്നെയാകുന്നു എന്ന് തറപ്പിച്ചു പറയുന്നുണ്ട് പടച്ചവൻ അവിടെ. അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഹിദായത്തിലാകും എന്ന് പറഞ്ഞാലോ, ഇങ്ങനെയാണല്ലോ ഖുർആന്റെ പ്രയോഗങ്ങൾ. അപ്പൊ ഞാൻ പറയുന്നത് ഖുർആനും സുന്നത്തും എന്ന് പറയുന്നത് വേർപ്പെടുത്താനാകാത്ത ഒരു സന്മാർഗത്തിന്റെ ഒരു പാക്കേജാണ്. ഇതിൽ നിന്ന് പല ന്യായങ്ങൾ പറഞ്ഞ് ചെറു ന്യായങ്ങളിലൂടെ തുടങ്ങി വലിയ ന്യായങ്ങളിലേക്ക് എത്തി. അങ്ങനെ ഈ സുന്നത്ത് എന്ന അതിൻ്റെ ആ പ്രായോഗിക തലം ഇങ്ങോട്ട് മാറ്റിവെച്ചാൽ പിന്നെ ആകാശത്തിലെ ഗ്രന്ഥം മാത്രമേ ഉള്ളൂ. ഭൂമിയിലെ മനുഷ്യർക്ക് ആർക്കും ആകാശത്തിലെ ഗ്രന്ഥത്തെ പറ്റി എന്തും പറയാം. അങ്ങനെ എന്തും പറഞ്ഞതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഒടുവിലത്തെ നടന്നിടത്തോളം ഒടുവിലത്തെ ഉദാഹരണം ഈ ഒളി അജണ്ടകൾ കൈകാര്യം ചെയ്യപ്പെട്ട ഈ പുസ്തകത്തിന് ആധാരശിലയായി വർത്തിച്ച പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ പറയുന്നത് എങ്ങനെയാണ് സർവവേദ സത്യവാദം അല്ലെങ്കിൽ സർവമത സത്യവാദം എന്ന ഒരു വഴികേടിലേക്ക് സുന്നത്തിനെ ഒരു മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആളുകൾ എത്തുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആന്റെ ബലത്തിൽ സുന്നത്തിനെ തള്ളുകയും സുന്നത്ത് മാറിയ ശേഷം ഖുർആൻ തന്നെ ഒന്നുമല്ലെന്ന് തോന്നുകയും ചെയ്തിട്ട് ഖുർആനിനെ ബലപ്പെടുത്താൻ സർവ്വവേദങ്ങളെയും കൂട്ടുപിടിക്കേണ്ടി വരുന്ന ഗതികേട് യഥാർത്ഥത്തിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഹിദായത്തിനെതിരാണ്. ഖുർആൻ ഹുദയെ കുറിച്ച് പറയുന്നുണ്ട്. ഖുർആൻ ഹക്കിനെ കുറിച്ച് അൽ ഹക്ക് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ അദ്ദീൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ അൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താ സാധനം? ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി, ഈ റസൂലിനെ അള്ളാഹ് അയച്ചത് ഈ ദീൻ മറ്റെല്ലാ ദീനുകളുടെയും മേലെ വരാൻ എന്നാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ആ ആയത്തിന്റെ ഏറ്റവും ആധികാരികമായ ആദ്യത്തെയും അവസാനത്തെയും വ്യാഖ്യാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. നിങ്ങൾ 13 വർഷത്തെ മക്കയും 10 വർഷത്തെ മദീനയും എടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം സൂക്തങ്ങളെ എങ്ങനെ മനസ്സിലാക്കി എന്ന് പരിശോധിച്ച് നോക്കൂ. അതിന് ജമാഅത്തെ ഇസ്ലാമി അതിൽ കക്ഷിയല്ല. സയ്യിദ് മൗദൂദിയോ അല്ലെങ്കിൽ പണ്ഡിത സംഘടനയോ ഒന്നും ഇതിൽ വിഷയമല്ല. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം തന്നെ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കൂ. സയ്യിദ് അബുൽ അല മൗദൂദി ജനിച്ചിട്ടേ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കൂ. പണ്ഡിത സംഘടനയോ അതിന് പരിപാടിയോ ഇങ്ങനെ ഒരു ബുക്കോ ഇറക്കിയിട്ടില്ല എന്ന് നിങ്ങൾ കരുതൂ. എന്നിട്ട് നിങ്ങൾ ഖുർആനിലേക്ക് നോക്കൂ. അവിടെ ഒരു ഗ്രന്ഥമുണ്ട്, നമ്മുടെ എല്ലാ തർക്കത്തിനും അപ്പുറം ആധികാരികമായ ഒരു പ്രകാശ ഗോപുരം പോലെ ഉയർന്നു നിൽക്കുന്ന
പ്രവാചക വ്യക്തിത്വമുണ്ട്, ആ പ്രവാചകൻ പഠിപ്പിച്ച ഒരു സാൻമാർഗിക ഗ്രന്ഥവുമുണ്ട്. ഇതുമായിട്ട് ഒത്തുപോകാത്ത വ്യാഖ്യാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിനെ അള്ളാനെ പഠിപ്പിക്കുകയാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ആ പണിയായി പോയി ഈ സഹോദരങ്ങൾ ഏർപ്പെട്ട പണി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതാണ് ഒരു വശം. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതവേദിയെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. പണ്ഡിതവേദി സമുദായത്തിൻ്റെ സാമുദായിക സംഘടനാപരമായ മതിൽക്കെട്ടുകൾക്കപ്പുറത്ത് വൈജ്ഞാനികമായ ഒരു തലത്തിൽ മുസ്ലിം ഉമ്മത്തിനെ തന്നെ ഏകോപിപ്പിക്കുന്ന ഒരു വേദിയായി മാറണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് അതിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ അലി സാഹിബ് ഇവിടെ പറയുകയുണ്ടായി. അത് വളരെ പ്രധാനവും പ്രസക്തവുമായ ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു സംഘം, ഇസ്ലാമിക പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള സംഘം, ദീനിനെ അതിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ തനിമയിൽ, അതിൻ്റെ ഗരിമയിലും മഹിമയിലും, അതിൻ്റെ ഗാംഭീര്യത്തിലും ഓജസ്സിലും ഈ കാലഘട്ടത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എല്ലാം സത്യമാണ് എന്നതിലേക്ക് നമ്മൾ എത്തുമ്പോൾ അത് ഈ ദീനിൻ്റെ തന്നെ അടിത്തറയെ പൊളിക്കുകയും അന്തസ്സാർന്ന ഒരു ഇസ്ലാമിക ജീവിതത്തിൻ്റെ മുഴുവൻ ചട്ടക്കൂടിനെയും തരിപ്പണമാക്കുകയും ആണ് ചെയ്യുന്നത്. സൗഹാർദ്ദം വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. വിശേഷിച്ച് വിവരദോഷികളായ സമുദായത്തിലെ നേതാക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾക്ക് ന്യായം ചുമക്കുകയും, ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്, വിവരദോഷികളായ ആളുകൾ സമുദായത്തിനിടയിൽ കാണപ്പെടുന്ന കലഹങ്ങൾക്ക് ന്യായം ചുമക്കുകയും ആ കലഹങ്ങളെ സിദ്ധാന്തവൽക്കരിക്കുകയും അത് കാലിക ദീനീ ദൗത്യമായി മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തമ്മിൽ തല്ലൽ ഒരു ദൗത്യമാക്കി ഏറ്റെടുക്കണം എന്ന മട്ടിൽ അവിവേകികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അങ്ങനത്തെ ഏത് കാലത്തും പണ്ഡിതന്മാരുടെ ദൗത്യം വളരെ വലുതാണ്. പക്ഷേ അവർ ഇപ്പം വണ്ടിയിൽ ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. തീവണ്ടിയിൽ നമ്മൾ പോകുമ്പോൾ സാധാരണ ഞാൻ പറയാറുണ്ട്, ബസ്സിൽ പോകുമ്പോൾ നമുക്ക് പരിചയക്കാരുണ്ടാവില്ല. കാരണം ബസ്സിൽ ഇങ്ങനെ ഇപ്പം നിങ്ങൾ ഇരിക്കും പോലെയാണ് പൊതുവേ ബസ്സിലെ ഇരിപ്പ് ഒക്കെ പുറന്തിരിഞ്ഞിരിക്കുകയാണ്. പുറകോട്ട് ഇങ്ങനെ നോക്കിയിട്ടൊന്നും നമ്മൾ ആളെ പരിചയപ്പെടില്ല. പരിചയമുള്ളവൻ്റെ പരിചയം തന്നെ ഒറ്റവാക്ക് പറഞ്ഞ് ചുരുക്കാനാണ് നമ്മൾ ശ്രമിക്കുക. ട്രെയിനിൽ പൊതുവെ മുഖാമുഖമാണ് ഇരിപ്പിടം. അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് സുഹൃത്തുക്കളുണ്ടാവും, പരിചയപ്പെടും, സംസാരിക്കും. നമ്മൾ ആദ്യം അദ്ദേഹത്തെ ഇങ്ങനെ നോക്കും. അപ്പോൾ അദ്ദേഹം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ വേറെ എടുക്കാൻ നോക്കും, അദ്ദേഹം വേറെ എടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ അയാളെ നോക്കും. ഇത് കുറച്ച് നേരെ പറ്റൂ. പിന്നെ നിങ്ങൾ എടുക്കാൻ പോകണം സാറേ, കുറച്ച് തെക്കോട്ടൊക്കെ ആകുമ്പോഴാണ് ഈ സാറൊക്കെ വരുന്നത്. അങ്ങനെ ചോദിച്ചു, പറഞ്ഞു, അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ ചില ആളുകളോട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, അവരെങ്ങനെ പറയും പോയ കാര്യം, വന്ന ഉദ്ദേശം, ഭാര്യ, കുട്ടികൾ, അങ്ങനെ പറയും. ചിലരിങ്ങനെ ഗൗരവത്തിലിരിക്കും, എന്നാലും അധികം മസിലൊടിച്ചിരിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ഒരു മനുഷ്യന്മാരെ മാതിരി പെരുമാറുകയാണെങ്കിൽ അതൊക്കെ ലൂസാവും, സംസാരമൊക്കെ നടക്കും, അവസാനം ചുരുക്കി പറഞ്ഞാൽ ഫ്രണ്ട്സ് ആവും. രണ്ടാൾ തമ്മിൽ എപ്പോഴാണ് അടുക്കുന്നത്? എൻ്റെ പോയിന്റ് അതാണ്. രണ്ടാളുകൾ തമ്മിൽ അടുക്കുന്നത് അവരടുത്തടുത്ത സീറ്റിലിരിക്കുമ്പോഴല്ല. അങ്ങനെയാണെങ്കിൽ ബസ്സിലുള്ളവരൊക്കെ അടുക്കണ്ടേ? രണ്ടാളുകൾ തമ്മിൽ അടുക്കുന്നത് അവർ മനസ്സ് തുറക്കുമ്പോഴാണ്. അപ്പോൾ കൂടുതൽ സൗഹാർദ്ദം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അയാളെ, നിങ്ങളെവിടെ വീട്? എൻ്റെ വീട് കോട്ടയം. അപ്പം ഞാൻ പറയണം എൻ്റെ വീടും കോട്ടയമാണ്, സാറ് കോട്ടയം. എന്തിനാ സൗഹാർദ്ദം ഉണ്ടാകാൻ വേണ്ടിയിട്ട്? ഞാൻ കോട്ടയത്തുകാരനാണ് എന്നെ പറ്റി കളവ് പറഞ്ഞിട്ടാണോ സൗഹാർദ്ദം ഉണ്ടാക്കേണ്ടത്? ഞാൻ മലപ്പുറം ജില്ലക്കാരനാന്ന് പറഞ്ഞാൽ കോട്ടയത്തുകാരൻ എന്താ പ്രശ്നം? അയാൾ കോട്ടയാന്ന് പറഞ്ഞാൽ എനിക്കെന്താ പ്രശ്നം? സർവവേദ വാദം മത സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം ഈ കപടമായി പരിചയപ്പെടുത്തുന്നത് പോലെയാകുന്നു എന്നതാണ് എൻ്റെ വാദമുഖം. യഥാർത്ഥത്തിൽ ഇങ്ങനെ പോകേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവുക എന്നത് എൻ്റെ ആശയത്തോടുള്ള എൻ്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. അത് മറ്റവനോടുള്ള എൻ്റെ പുച്ഛമോ അവജ്ഞയോ അത് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് കരുതുന്നത് വിവരക്കേടാണ്. അതുകൊണ്ട് സത്യസന്ധമായി ആശയങ്ങളെ പ്രതിനിധീകരിക്കുക, സത്യസന്ധമായി ആശയ വിനിമയങ്ങൾ നടക്കുക, സത്യസന്ധമായ ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുക. അതുകൊണ്ടാണ് ഖുർആനിൻ്റെ ചെലവിലും മറവിലും കാപഢ്യങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ സത്യസന്ധമായി ഖുർആനിനെ പ്രതിനിധീകരിക്കുന്നവർക്ക് ഇടപെട്ട് സംസാരിക്കേണ്ടി വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ ഇതൊരു വലിയ ചരിത്രപരമായ ദൗത്യമാണ് സർവശക്തനായ നാഥൻ ആ രീതിയിൽ ഈ മഹാന്മാരായ പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ള ഈ പരിശ്രമങ്ങളെ നമ്മളിൽ നിന്ന്, എല്ലാവരിൽ നിന്നും, അവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ നാഥൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.